ഹലോ നമസ്കാരം, എൻ്റെ പേര് കൃഷ്ണ. അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ശിങ്കാരിമേളം എങ്ങനെ പഠിക്കാം എന്നുള്ള വിഷയമായിട്ടാണ്. അപ്പോൾ ഒന്ന് രണ്ട് കൈവട്ടങ്ങളിലൂടെ ശിങ്കാരിമേളം ആർക്ക് വേണമെങ്കിലും കൊട്ടാവുന്ന രീതിയിലാണ് ഇതിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ശിങ്കാരിമേളത്തിലെ തക്കിട്ട ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ആദ്യം ഒരു പ്രാവശ്യം ശിങ്കാരിമേളത്തിൽ തക്കിയിട്ട് വരുന്നത് രണ്ട് രീതിയിൽ തക്കിയിട്ട് വരും. സ്പീഡ് കൂട്ടിയും വരും, സ്പീഡ് കുറച്ചും വരും. ആദ്യം സ്പീഡ് കുറച്ചിട്ടുള്ള രീതിയിലുള്ളത് കാണിച്ചു തരാം. അതിന് സ്പീഡ് കൂട്ടിയിട്ടുള്ള രീതിയിലുള്ളത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നോക്കാം. ഇത് സ്പീഡ് കുറച്ചിട്ടുള്ള രീതിയിലുള്ളത്. ഇനി ഇത്തിരി സ്പീഡ് കൂടിയിട്ടുള്ള തക്കിയിട്ടുണ്ട്. ഇതേ തക്കിയിട്ട് തന്നെ അതൊരു ദിവസം നോക്കാം. ഈ രണ്ട് രീതിയിലാണ് ശിങ്കാരിമേളത്തിൽ തക്കിയിട്ട് കൊട്ട. ഇത് മേളത്തിനനുസരിച്ച് കാലം കയറ്റി കൊട്ടുന്നതാണ്. ഇനി തക്കിട്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ശരി, അതായത് വലതയിൽ വലതയിൽ തുടങ്ങും, ഇടതയിൽ അവസാനിക്കും. ഈ ശിങ്കാരിമേളത്തിൽ വരുമ്പോൾ ഇത്തിരി സ്പീഡ് കൂടും. ഈ സ്പീഡിലാണ് അത് അതിൻ്റെ തുടക്കം തന്നെ വരുന്നത്. ഇത് പഠിക്കാൻ എളുപ്പത്തിനാണ് കാണിച്ചു തന്നത്. തക്കിട്ട എന്നുള്ള രീതി മനസ്സിലാക്കുക. ഇതിൽ നമ്മൾ വരന്തലവട്ടമായിട്ട് രണ്ടാണ് കൊടുക്കുക. അതായത് രണ്ട് എന്ന് പറയുമ്പോൾ വരന്തലവട്ടം രണ്ട് കൊട്ടിയിട്ട് നേരെ ഇടനിലവട്ടം പൊട്ടുന്ന രീതിയിലാണ് കാണിച്ചു തരാം. പരമാവധി വേറെ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വെച്ചാൽ മൂളിക്കൊണ്ട് കൊട്ടാൻ ശ്രമിക്കുക. അതായത് വരന്തല നമ്മളത് മനസ്സിൽ ഒന്നിങ്ങനെ ഏത് ആ വരന്തല എന്ന് വെച്ചാൽ അതൊന്ന് മനസ്സിൽ മൂളിക്കൊണ്ട് കൊട്ടാൻ ശ്രമിക്കുക. മേളങ്ങൾ തുടങ്ങുന്ന ഒരു ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ടൈമിങ് എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. അത് അതേമാതിരി നോക്കാം. ആദ്യം നമ്മൾ കൊട്ടുമ്പോൾ ടൈമിങ്ങിന് നമുക്ക് വലിയ അറിവില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ 4 കൊട്ട് അതായത് അതിൻ്റെ വക്കിനടിച്ചിട്ടാണ് തുടങ്ങുക. അതായത് ഇതിന് കുറേ ഇതൊരു രീതി. ഇനി വേറൊരു രീതിയുണ്ട്. ഇനി അടുത്തൊരു രീതി നോക്കാം. അത് മൊത്തം 8 അടി വരും. ഒരു കയ്യിൽ 4 അടി വെച്ച് 8 അടി വരും. അത് നോക്കാക്കി. ഇനി അടുത്തൊരു രീതി